ഏണി ചിക്കേ ചിക്കേ ചാർലി ഇവിടെ ബൈ ബൈ അടുത്താഴ്ച വരുന്നുണ്ട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ കുറേ പരിപാടീസ് ഉണ്ടായിരുന്നു. നീതുവിൻ്റെ വീട്ടിൽ ഇന്നലെ വരുന്നുണ്ടായിരുന്നു. ഐശ്വര്യേച്ചി ഇന്നലെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ശ്രീൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഇങ്ങോട്ടേക്കാണ് ഇന്നലെ വന്ന്. ഇനി ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ ഇന്ന് രാവിലെ പോവും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ വിരുന്നൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. കിങ്ങിണി കിങ്ങിണി ഏണി ചിക്കേ ചിക്കേ. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കാനാണ് പരിപാടി. നമുക്കെന്നാ അയ്യോ നോക്കാൻ പറ്റുന്നില്ല. മൈ ഫേവറേറ്റ് കയ്പ്പൊക്കെ അവിയൽ, പിന്നെ എന്തിയപ്പം കൂന്തൽ, മീൻ, ചിക്കൻ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും. കുഞ്ചി കുഞ്ചി അങ്ങനെ നമ്മൾ അടിപൊളി വിരുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇറങ്ങാൻ നിൽക്കുവാണ് നമ്മളിപ്പം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. നമ്മൾ നേരെ കൊണ്ടങ്ങോഴി വീട്ടിൽ പോവും. എന്നിട്ട് നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അത് വഴിയേ പറയാം. അങ്ങനെ വന്നാലേ ഞാനൊരു ചായയൊക്കെ ഇട്ടു. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചിക്കനൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അതിനുള്ള മസാലയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത്. കാരണം നീതുവും കുട്ടൊക്കെ നാളെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ചാർലിൻ്റെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ചാർലി ഇവിടെ ചിക്കൻ വെയിറ്റ് ചെയ്യുന്നു. ഫ്രൈ അങ്ങനെ കുറച്ച് പായസം ബാക്കി ഉണ്ടായിരുന്നു. പാൽപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറച്ച് പാൽപ്പായസം കുടിക്കുവാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ ഇറങ്ങും വീണ്ടും. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാ ദിവസവും ഓട്ടമായിരുന്നു. ഒരു ദിവസം പോലും വീട്ടിലുണ്ടായിരുന്നില്ല. എപ്പോഴും തിരക്കും കാര്യങ്ങളായിട്ട് എപ്പം ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പണി. അപ്പോൾ ഇന്നാണ് എന്താ പറയുക കുറച്ച് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ടായിട്ടില്ല, വൈകുന്നേരം ഉണ്ടായിട്ടില്ല. രാവിലെ എപ്പോൾ ഉണ്ടാവും.
അപ്പോൾ ഇതാണ് ഇന്നൊന്ന് സമാധാനമായിട്ട് ഒന്ന് സ്ലോ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊന്ന് റെസ്റ്റ് എടുത്തത് നമ്മൾ. പക്ഷേ ഇപ്പം എന്തായാലും കുറച്ച് ചെറിയ പരിപാടീസ് ഉണ്ട്. ഇവൻ്റെ ഇളയമേൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട്, അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോകാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോകാനുണ്ട്. പിന്നെ അങ്ങനെ ഇന്ന് നാളെ കുട്ടും നീതും തിരിച്ചു പോവും. പിന്നെ നെക്സ്റ്റ് വീക്ക് ഞങ്ങളും പോവും. അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുമായിരിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും വരും, കാരണം എൻ്റെ അനിയനും ഇപ്പോൾ നാളെ മറ്റന്നാൾ അവനും പോവും. ഓരോരാളായിട്ട് ഓരോ ദിവസമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വന്നവരെല്ലാം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവരെല്ലാം പോകുമ്പോൾ തന്നെ വീടെല്ലാം ശൂന്യമാവും. ഇപ്പം വീട്ടിലിപ്പോൾ അച്ചു പോയാൽ തന്നെ വീട്ടിലും അവർക്കെല്ലാം പിന്നെന്താ ഭയങ്കര ഇതാവും. ഞാനും ഇല്ല, അവനും ഇല്ല, ആരുമില്ല. പണ്ടത്തെ പോലെ തന്നെ അച്ഛനമ്മയും വേണ്ട ഒറ്റക്കായി അതുപോലെ ആവും ഇപ്പോഴും രണ്ട് വീട്ടിലും. കല്യാണമാകുമ്പോൾ പിന്നെ എല്ലാവരും വന്നുകൊണ്ട് നല്ല ആ ഒരു ഈലങ്ങ് പോയി. പക്ഷെ ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം. അപ്പം നമ്മളിപ്പം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവന് സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം വഴി കാണാം. ഇന്നത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ശേഷം കാണിച്ചു തരാം. നമ്മളിപ്പം പോകുന്നത് ഒരു സ്പെഷ്യൽ ആളുടെ വീട്ടിലേക്കാണ്. നമുക്ക് നോക്കാം അതാരാണെന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്, അജിന്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. വീടിൻ്റെ ഉടമസ്ഥൻ വരുന്നുണ്ട്. വിളിച്ചെന്ന് കൊറേ ഉണ്ടോ? ോടോ ചായ വെക്ക്. അജിന്താക്കിയ ചായ അല്ല, പക്ഷെ രണ്ട് വാക്ക് കഴിക്കെന്ത് ചരടാ അന്തരിച്ചിട്ട് കിട്ടിയതാ. വ്ളോഗിൽ കാണിച്ചിട്ട് അറിയണ്ട ഇതാരാന്ന് നോക്കൂ ഗൈസ്. മൈ ഡൈ ഹാർട്ട് ഫാൻ. അങ്ങനെ നമ്മൾ അജിന്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവരാദ്യം നിന്നിട്ടുണ്ടായ ആദ്യത്തെ വീടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്, കുറ്റിക്കോല്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കും പോയി. ഹലോ ഗൈസ് പറയ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ടു ഹലോ ഹായ്. നമ്മളെ അമ്മേന്റെ ഫാൻസി കടയാണ്. നീതുവിന്റെ പേരാണ് ഗൈസ്, അമ്മണീസ് ഫാൻസി. അങ്ങനെ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലായിടത്തും വേഗം കൂടുതൽ നേരം ഇരിക്കാണ്ട് ഇവൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലും അങ്ങനെ എല്ലാവരുടെത്തേക്കും നമ്മൾ പോയിട്ട് ജസ്റ്റ് വന്നു. കാരണം നമുക്ക് ഇനിയും പോകാനായി. അപ്പോൾ അധികം ടൈമില്ല എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കുറച്ച് സ്ഥലത്തേക്കല്ല, ഒരു ദിവസം തീർക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല നമ്മൾ പോയി. കൊള്ളോട്ടൊന്നും വരുതാ. അങ്ങനെ നാളെയാണ് നീതും കുട്ടും എല്ലാം തിരിച്ചു പോകുന്നത്. അപ്പം അതിന് മുന്നേ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് സത്താർച്ചാൻ്റെ നമ്മളെ വീട്ടിൻ്റെ അടുക്കയിൽ എടുക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അച്ചുവും പിറ്റേ ദിവസം പോവാന്ന്. ഇവർ പോയതിൻ്റെ പിറ്റേ ദിവസം അച്ചുവും തിരിച്ചു പോവാന്ന്. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇതെൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വീക്ക്ലി വ്ളോഗാണ്. നടന്ന് ആ ഒരു കുറച്ച് ദിവസത്തെ എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ കണ്ട കാഴ്ച എടുത്ത് നമ്മളെ വീട്ടിലത്തെ വേറൊരു വണ്ടിയാണ്. ഇവർക്ക് വണ്ടിയോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഇവർ ആദ്യം ഈ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സ്ഥാനം മാറ്റുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട്.
അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇവർ പാക്കിങ്ങും നീതു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങി, 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് മാംഗ്ലൂർക്ക്. പിന്നെ ഇവരെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പരിപാടീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഡിപ്പാച്ചറിലേക്കുള്ള സ്ഥലത്ത് നമുക്ക് അധിക നേരം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റൂല. ഒരു 10-20 മിനിറ്റ്സ്, 10-20 ഇല്ല, ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം. അവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ലഗേജ് ഇറക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ ഇവിടെ ഉള്ളൂ. അടുത്താഴ്ച വരുന്നു കേട്ടോ. അങ്ങനെ നീതുവും കുട്ടും തിരിച്ചു പോയിട്ടോ. അവരെ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവാന്ന്. പിന്നെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മക്കൊരു ചെറിയ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു ഷവർമയും പിന്നെ നമ്മൾ ഒരു ഷേക്കും കൂടി, കാഷ്യൂ ഷേക്കും കൂടി കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാന്ന്. നാളെയാണ് അച്ചു പോകുന്നത്, എൻ്റെ അനിയൻ നാളെയാണ് തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വേഗം വീട്ടിൽ പോയി അച്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ നമ്മൾ തന്നെയാണ് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത്. പക്ഷേ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് കയറി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ 3 മണിയാകുമ്പോഴത്തേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകുന്നത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ രാവിലെ വന്നു. അച്ചുവിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ട് ഒരു ഈ സമയമാകുമ്പോഴത്തേക്ക് 3:30 ആയിട്ട് അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. പിന്നെ ഇവൻ്റെ ഫ്ലൈറ്റ് രാവിലെ 8 മണിക്കാണ്. പക്ഷേ 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നുണ്ടായത്. പോരാത്തതിന് കുണിയേൽ മറ്റേ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് റോഡിലൊക്കെ. അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക 6:30 ആകുമ്പോഴത്തേക്ക് തന്നെ എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ അച്ചു ഉള്ളിലേക്ക് കയറി കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നേരത്തെ വന്ന കല്യാണമെല്ലാം കൂടി പോകുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനി എപ്പോൾ കാണുന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ലല്ലോ നമുക്ക് ലീവെല്ലാം എല്ലാവർക്കും ഒരേ ടൈം കിട്ടണം എന്നൊന്നുമില്ല. ഇപ്പം പിന്നെ കല്യാണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് കിട്ടിയിട്ട് എല്ലാവരും വന്നു. അങ്ങനെ അച്ചു ഉള്ളിലേക്ക് കയറി. പിന്നെ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. ഇവൻ ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് നേരം മാത്രമേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പാർക്കിങ്ങിന് അധികം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശ്രീ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വേഗം പോയി. കാരണം ഞാൻ പറഞ്ഞില്ലേ കുണിയേൽ മറ്റേ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നിന്നത്. കാരണം ലേറ്റാക്കിയാൽ പിന്നെ നമ്മളിപ്പോഴേ എത്തൂല. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടോ. വിചാരിച്ച് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ വേഗം എത്തി. അങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാന്ന്. ഇന്ന് ഉച്ചക്ക് നമുക്ക് സതിയമ്മേൻ്റെ അടുത്ത് വിരുന്നുണ്ട്. അതിന് ശേഷം വൈകുന്നേരം എൻ്റെ ഇളയപ്പൻ്റെ അടുത്തും വിരുന്നുണ്ട്. അച്ഛൻ്റെ അനിയൻ്റെ അടുത്തും അമ്മേൻ്റെ ചേച്ചീൻ്റെ അടുത്തും നമുക്കിന്ന് വിരുന്ന് പോകാനുള്ളതാണ്. സോ അപ്പോൾ നമ്മളിന്ന് ആദ്യം വീട്ടിലേക്ക് പോയിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കുണിയേലുണ്ടായ ആ പരിപാടി. ഭയങ്കര രസമാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതാണ് ബ്ലോക്കിന് കാരണം. അങ്ങനെ അച്ഛനെയും അമ്മേനെയും കൊണ്ടാക്കി നമ്മൾ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൂട്ടിയിട്ടാണ് പിന്നെ സതിയമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. രണ്ട് വാക്ക് ഓടിവാ. അങ്ങനെ സദ്യമേൻ്റെ അടുക്കുന്ന നല്ല ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് മത്തായിട്ട് അവിടെ തന്നെ ഉറങ്ങാനൻ്റെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങി. പിന്നെയും അവിടെ നിന്നാൽ എന്തായാലും ഉറങ്ങിപ്പോവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ അച്ഛനും ഞാനും ശ്രീയും കൂടി നേരെ പോകുന്നത് കാസർഗോഡ് എൻ്റെ ഇളയപ്പൻ്റെ വീട്ടിലേക്കാണ്, ദിൻഷ ഇളയപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഇതാണ് കേട്ടോ പാലക്കുന്നിലില്ലേ നമ്മളെ അമ്പലം. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായത്.
അങ്ങനെ ഞങ്ങളിപ്പോൾ ദിൻഷളപ്പൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഈ വീടും അടുത്ത വീടും 2 വീട് അടുത്തടുത്തുണ്ട്. അതിലൊന്ന് എൻ്റെ വേറൊരു ഇളയപ്പൻ്റെ വീടാണ് കേട്ടോ. അച്ചച്ചൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ വീടാണ് അടുത്തുള്ളത്. അപ്പം നാളെ അൻവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു വൈകുന്നേരം കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുവാന്ന്. അങ്ങനെ ഞങ്ങൾ അൻവി അറിയാണ്ട് അൻവിക്ക് കേക്ക് വാങ്ങാൻ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അടുത്ത് തന്നെ നമ്മൾ വിദ്യാനഗർ പോയിട്ട് കേക്ക് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഓന് എന്തേലും ചെറിയ ടോയ്സോ കാര്യങ്ങളോ കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അൻവിയാടെ നിക്ക് അല്ല മറ്റേലും ഉണ്ട് ഒരു കുനിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ to you. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അൻവീനെ കൊണ്ട് ക്യാൻഡിൽ ഊതിപ്പിച്ചു. കാരണം നേരത്തെ മറന്നുപോയി അത് ഊതാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാന്ന് കേട്ടോ. കാണുമ്പോഴേക്കും വണക്കം കട്ട്. അങ്ങനെ ഇളയപ്പൻ്റെ അടുക്കുന്നത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ചാർലീൻ്റെ ഒപ്പം കുറച്ച് നമ്മൾ കളിച്ചു കേട്ടോ. ചെയ്യലടാ അതിന് ക്ഷീണാവും ഇപ്പൊ കൊറേ തുള്ളി. അപ്പോൾ ഇതൊരു ചെറിയൊരു വീക്ക്ലി വ്ളോഗായിരുന്നു. ഇനി അടുത്ത വ്ളോഗായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.